ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം അതിൻ്റെ കവർച്ച കേസ് അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് പോകുന്നു. ഇവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം ബാംഗ്ലൂരിലെ ബെല്ലാരിയിലുള്ള ഗോവർദ്ധൻ എന്ന് പറയുന്ന വ്യാപാരിക്ക് വിറ്റു. ഈ ഗോവർദ്ധനിൽ നിന്ന് പല ഘട്ടങ്ങളിലായിട്ട് സ്പോൺസർ ചെയ്ത എന്ന നിലയിൽ സ്വർണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങി, എന്നിട്ട് ശബരിമലയിൽ അത് സമർപ്പിച്ചു എന്നൊക്കെ പറയുന്നു. ചുരുക്കം പറഞ്ഞാൽ ഈ അന്വേഷണം മുഴുവൻ ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലെങ്കിൽ അയാളുടെ സുഹൃത്ത് ഈ ഗോവർദ്ധൻ, ഇപ്പോൾ അറസ്റ്റായ മുരാരി ബാബു എന്നിവരിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകും. അല്ല, ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. ആ അന്വേഷണവും വഴിതെറ്റിപ്പോവും എന്ന് നമ്മൾ വിചാരിച്ചാൽ പിന്നെ നമുക്ക് അന്വേഷണത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടും വെച്ച് പുലർത്താൻ പറ്റില്ല. എല്ലാ അന്വേഷണങ്ങളും ഇതേപോലെ വൻ സ്രാവുകളിലേക്ക് എത്താതെ പോകും എന്നുള്ള വിശ്വാസത്തിലേക്ക് തന്നെ നമുക്ക് എത്തിച്ചേരേണ്ടതായിട്ട്. പക്ഷേ ഞാൻ കണക്കാക്കുന്നത് കോടതിയുടെ നേതൃത്വത്തിലുള്ള ഈ അന്വേഷണത്തിന് ഒരു പരിധിവരെ ഇടപെടലുകൾക്ക് അതീതമായിട്ടുള്ള അന്വേഷണം നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് സർക്കാർ അന്വേഷണമല്ല. സർക്കാർ ഇതിനകത്ത് വെറും കാഴ്ചക്കാർ മാത്രമായിട്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സർക്കാരിന് നല്ലത്. കാരണം അന്വേഷണത്തിൽ സർക്കാർ പങ്കാളിയായാൽ അന്വേഷണത്തിൻ്റെ റിസൾട്ട് എന്തായാലും അത് സർക്കാരിൻ്റെ താല്പര്യത്തിനനുസരിച്ച് വളച്ചൊടിച്ച റിസൾട്ടാണെന്ന് വാർത്ത വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ സർക്കാർ മാറി നിൽക്കുന്നതിനെയാണ് പൊതുവെ സർക്കാരിനെ രാഷ്ട്രീയമായിട്ട് നല്ലത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? കേരളത്തിലെ ജനങ്ങളുടെ ഒരാഗ്രഹം എന്ന് പറയുന്നത് അഴിമതിക്കാരായ ആളുകൾ ആരായാലും അവർ കമ്പിയഴിക്കുള്ളിലാകണം എന്നുള്ളതാണ്. അവരെ കൽത്തുറുങ്കിലടക്കുക എന്നുള്ളത് കേരളത്തിലെ പൊതുശബ്ദമാണ് ശരിക്കും. പക്ഷെ ഒരിക്കലും ഇത് സംഭവിക്കാറില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. കാരണം പലതരം ഇടപെടലുകൾ വന്ന് അവരെങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെ അകത്ത് നിന്ന് ഊരിപ്പോയി രക്ഷപ്പെടുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ 3-4 അടി കിട്ടും എന്നതിനപ്പുറം ഒന്നും അവർക്ക് സംഭവിക്കില്ല എന്നുള്ളതും നമ്മളൊരു പൊതുവിശ്വാസമായി മാറിയിരിക്കും. അങ്ങനെ ഉള്ളൊരു പൊതുവിശ്വാസത്തെ പൊളിക്കേണ്ടത് ഈ കാര്യത്തിൽ വളരെ ആവശ്യമാണ്. മുരാരി ബാബു എങ്ങനെയാണ് തേക്ക് കൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മിച്ചത് എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അതായത് ഈ അമ്പലവും പള്ളിയും അതേപോലെയുള്ള ആരാധനാലയങ്ങളും എല്ലാം വിശ്വാസത്തിൻ്റെ പുറത്താണ് കെട്ടിപ്പടുക്കുന്നതെങ്കിലും ആ വിശ്വാസത്തിൻ്റെ രൂപത്തിൽ വരുന്ന അവതാരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയായാലും മുരാരി ബാബു ആയാലും ഒക്കെ അത് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന കൊള്ളക്കാരാണ്. എന്നുവെച്ചാൽ ഈ ഭക്തിയുടെ പരിസരങ്ങളിൽ കൊള്ളക്കാരിങ്ങനെ പെരുത്ത് കൊഴുത്ത് വളർന്നു വരുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അതിൻ്റെ കൂടെയാണ് നമ്മൾ പതുക്കെ രാഷ്ട്രീയക്കാരെയും കൂട്ടിച്ചേർക്കേണ്ടി വരുന്നത്. കാരണം കളവും അഴിമതിയുമാണ് സമൂഹത്തിലെ ഇന്നത്തെ ലളിതകലയല്ല സങ്കീർണകല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എവിടെയും എങ്ങനെയെങ്കിലും കമിഴ്ന്ന് വീണാൽ കാപ്പണം എന്നൊക്കെ പറയുന്ന പരിപാടി എവിടെയും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കട്ടുപിന്നലാണ് ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ജോലിയായി മാറിക്കഴിഞ്ഞിരിക്കും. ഇപ്പോൾ സമൂഹത്തിൻ്റെ ഒരു 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 താല്പര്യം, ശ്രദ്ധ എന്ന് പറയുന്നത് ഈ മുരാരി ബാബു അതേപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നവരിൽ മാത്രമായിട്ട് ഇതൊതുങ്ങുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ജനങ്ങളെപ്പോഴും ശ്രദ്ധിക്കുന്നത് ജനങ്ങളുടെ സേവകരെന്ന് പറഞ്ഞ് നടക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയക്കാരും ഇതിനകത്തുണ്ടോ. ദേവസ്വം ബോർഡ് മാത്രമല്ല, ദേവസ്വം ബോർഡിന് പുറത്തുള്ള ആളുകളുമൊക്കെ അതിൻ്റെ അകത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പങ്കാളികളായിട്ടുണ്ടാകും. ഇതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഇതുണ്ടോ എന്നാണോ ഓരോ ദിവസവും പത്രം തുറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ടെലിവിഷനിൽ വാർത്ത വരുന്ന സമയത്തോ ബ്രേക്കിംഗ് ന്യൂസ് വരുന്ന സമയത്തോ നമ്മൾ അന്വേഷിക്കുന്നത് ആരാണ് അടുത്തായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ആ അറസ്റ്റ് ചെയ്യപ്പെട്ടവന് രാഷ്ട്രീയ നിറവുണ്ട്, അവൻ അധികാരത്തിൻ്റെ ഭാഗമാണോ, ഇതാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും അല്ലാതെ ഈ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള കൊള്ളയാണ് എങ്കിൽ ഇത് വേറൊരു രീതിയിലായിരിക്കും കേരളം വായിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ, എന്താണ് സിനിജിക്ക് തോന്നുന്നത്? മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു, ഇയാളെ റിമാൻഡ് ചെയ്തു, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ പറയുന്നുണ്ട്, ഞാൻ ഈ സ്വർണ്ണം ഉരുക്കിയതിനകത്ത് കുറേ സ്വർണം വിറ്റു എന്ന് പറയുന്നത്. പക്ഷേ ഈ സ്വർണ്ണത്തിൽ അല്ലെങ്കിൽ ഈ വിറ്റതിൽ ഒരു പങ്ക് പോലും എനിക്ക് ലഭിച്ചില്ലെന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പങ്ക് ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് പലരിലേക്ക് എത്തണമല്ലോ. ഇപ്പോൾ ശബരിമല പോലെ ഒരു സ്ഥലത്ത് നിന്ന് ഈ സ്വർണ്ണപ്പാളി താഴേക്ക് എത്തിക്കണമെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒക്കെ തന്നെ ഒരു പെർമിഷൻ വേണം. അങ്ങനെ പെർമിഷൻ കൊടുക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലാഭം കിട്ടണ്ടേ? അങ്ങനെ ലാഭം കിട്ടണമെങ്കിൽ ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അല്ലെങ്കിൽ ദേവസ്വം കമ്മീഷണറായിട്ടിരുന്ന ആൾക്ക്, മുൻപ് കമ്മീഷണറായിട്ടിരിക്കുകയും പിന്നീട് ദേവസ്വം പ്രസിഡന്റായി വരികയും ചെയ്ത
വ്യക്തികൾ, ഇവരൊക്കെ തന്നെ ആരോപണത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്കെതിരെ കൂടി അന്വേഷണം തിരിയേണ്ടത്. ഇവിടെ ഇപ്പം പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി, ശരി, ഇയാൾ സ്വർണം വിറ്റു എന്ന് പറഞ്ഞാൽ ഗോവർദ്ധൻ അയാളെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു. ഈ ഗോവർദ്ധൻ സ്വർണം വാങ്ങിയെന്ന് സമ്മതിക്കുന്നു. എന്നിട്ടിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബാംഗ്ലൂരിൽ പോകുന്നു. ഇയാളുടെ ഫ്ലാറ്റിൽ പോയി പരിശോധിക്കുന്നു. ഫ്ലാറ്റിൽ നിന്ന് എന്ത് തെളിവ് കിട്ടാനാണ്? ഇനി അടുത്തത്, ഈ സ്വർണ്ണപ്പാളി ശബരിമലയിൽ നിന്ന് നേരെ കൊണ്ടുപോകുന്നത് ചെന്നൈയിലേക്കാണല്ലോ, സ്മാർട്ട് ക്രിയേഷൻസിലേക്ക്. ചെന്നൈയിലേക്ക് കൊണ്ടുവന്ന സ്വർണ്ണപ്പാളി ആദ്യം പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ്. ബംഗളൂരുവിൽ നിന്ന് അത് പോകുന്നത് ഹൈദരാബാദിലേക്കാണ്. അവിടെ നിന്നാണ് ചെന്നൈയിലേക്ക് വരുന്നത്. കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകാൻ ഇതാണ് എളുപ്പവഴി. അപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് പോയി ഇവിടെ വരുമ്പോൾ, പോയതിന് ശേഷം തിരിച്ച് ശബരിമലയിലേക്ക് സ്വർണ്ണപ്പാളി എത്തുമ്പോൾ അതിൽ ആ കൊണ്ടുപോയത് തന്നെയാണെന്ന് എന്താ ഉറപ്പ്? അവിടെ സംശയമുണ്ട്. മാത്രമല്ല, ഇത് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഒപ്പിടേണ്ട സ്ഥലത്ത് ചില ആളുകൾ ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കാം, പിന്നീട് ഒരു അന്വേഷണം വന്നാൽ കുടുങ്ങരുതെന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്തും ആരോപണ വിധേയരായ 3-4 പേര് ഓൾറെഡി സർവീസിൽ നിന്ന് വിരമിച്ച ആൾക്കാരാണ്. അവരിലേക്ക് അന്വേഷണം പോയാൽ എത്രത്തോളം ഗുണകരമാകും എന്നുള്ള കാര്യത്തിലും ചില സംശയങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഇവിടെ സർക്കാരിന് രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതയും തുറന്നു കിട്ടുക. ആരോപണം ഉന്നയിക്കുന്നത് മുമ്പ് ചില ഭാരവാഹികളായിരുന്ന CPM നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട്. ചിലപ്പോൾ സ്വാഭാവികമാണ്, കാരണം CPM നേതാക്കളിലേക്ക് ഇതിൻ്റെ പങ്കെത്തിയെങ്കിൽ മാത്രമേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ നിൽക്കാൻ പറ്റൂ. കാരണം അയാളെന്ന് പറയുന്നത് അവിടെ ഒരു കീഴ്ശാന്തി അല്ലെങ്കിൽ ഒരു സഹായിയായിട്ടുള്ള ശാന്തി മാത്രമേ ഉള്ളൂ. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ, ചെന്നൈയിലൊക്കെയുള്ള ഈ വ്യവസായ പ്രമുഖരോട് പറയുന്നത്, ഞാൻ ശബരിമലയിലെ ഒരു പൂജാരിയാണ്. ശരിയാണ്, ഒരു പൂജാരിയാണോ എന്ന് ചോദിച്ചാൽ 10-40 പേരിൽ ഒരാളായിരിക്കാം. അങ്ങനെ പറയുമ്പോൾ ഈ പൂജാരി പറയാണ്, ശബരിമലയിലേക്ക് നിങ്ങളൊന്ന് സ്പോൺസർ ചെയ്യണം. അയാൾ സ്വർണം കൊടുക്കും ആ വ്യവസായി. എന്നിട്ട് പകരം എന്തെങ്കിലും ഈ പൂജാരിയെ കൊണ്ടോ അല്ലെങ്കിൽ തന്ത്രിയെ കൊണ്ടോ അവിടെ ഒരു പൂജ നടത്തിയാൽ ആ വ്യവസായി അല്ലെങ്കിൽ വ്യാപാരി ഹാപ്പിയാണ്. അപ്പോൾ ഇവിടെ കള്ളക്കളി നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിലും ഇയാൾക്ക് വഴിമരുന്ന് ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ സഹായം ചെയ്ത് ദേവസ്വം ബോർഡുകാരാണെങ്കിൽ ആ കാര്യം ഇനി തുറന്ന് പറയുകയോ അല്ലെങ്കിൽ കണ്ടുപിടിക്കുകയോ വേണ്ടേ? ഇവിടെ ഓരോരുത്തരും ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ എല്ലാ കുറ്റവും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം കുത്തിവെച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ദേവസ്വം ബോർഡും സർക്കാരും ശ്രമിക്കുന്നു. അങ്ങനെയല്ലേ പൊതുജനങ്ങളും മനസ്സിലാക്കുക? ഇതിൻ്റെ അന്വേഷണം നടക്കുമ്പോഴേ ഈ അന്വേഷണത്തിനൊക്കെ ഒരു ശാസ്ത്രീയ സ്വഭാവം ഉണ്ടാവില്ല. അതെ, വെറുതെ പോയി പോറ്റിയോട്, പോറ്റി നീ സ്വർണം കേട്ടോ എന്നൊന്നല്ല ചോദിക്കുന്നത്. അതിന് പോലീസിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. ആ രീതികളിൽ പോറ്റിയുമായി സംസാരിക്കുമ്പോൾ പോറ്റിയിൽ നിന്ന് ഒരു പ്രാവശ്യമല്ല അത് സംസാരിക്കും, എത്രയോ വട്ടം സംസാരിക്കുന്നത്. പഴയ കാലത്തെ 3-ാം മുറ ഉപയോഗിച്ചില്ല എന്ന് വിചാരിക്കും. അതല്ലെങ്കിൽ തന്നെ ഈ സ്കോട്ട്ലൻഡ് യാർഡൊക്കെ മുന്നോട്ട് വച്ചിരിക്കുന്ന പുതിയ തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ചോദ്യം ചെയ്യലുകളുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്ത് ഈ കുറ്റവാളിയിൽ നിന്ന് ഓരോരോ കാര്യങ്ങളും അവർക്ക് തോണ്ടി പുറത്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതങ്ങനെയുള്ള ഒരു അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഇപ്പോൾ നേരത്തെ പോറ്റി പറഞ്ഞെന്താണ്, എന്നെ കുടുക്കി എന്നാണ് ഒരു പ്രധാന വാചകമായിരുന്നു, എന്നെ കുടുക്കി. അതായിരുന്നു 2-3 ദിവസത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ പലർക്കും പങ്കിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആർക്കാണ് നിങ്ങൾ പങ്കിട്ട് കൊടുത്ത് എന്നത് ചോദിച്ചു കാണുമല്ലോ, അയാൾ പറഞ്ഞു കാണുമല്ലോ. നമ്മൾ പുറത്തറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് ഇത് അറിയാൻ പാടുണ്ടാവും. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതങ്ങനെ ലീക്കൗട്ട് ചെയ്യുന്നില്ല. ലീക്കൗട്ട് ചെയ്യാതിരിക്കാൻ കാരണം ഈ അന്വേഷണം ശരിയായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ലീക്കൗട്ടാകുന്ന വാർത്തക്ക് പ്രസക്തിയില്ല എന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. അങ്ങനെ വാർത്തകൾ പരന്ന് പലതരത്തിൽ വ്യാഖ്യാനങ്ങളിലേക്ക് പോയാൽ അത് വൻ അപകടമായിരിക്കും അന്വേഷണത്തിനുണ്ടാക്കുക എന്ന് കരുതി ഇത് പുറത്തേക്ക് വരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എങ്കിലും ചിലതെല്ലാം ലീക്കൗട്ട് ചെയ്യും. അതെല്ലാം ദൈനംദിനമായിട്ടുള്ള ചർച്ചകളിൽ ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് മുരാരി ബാബുവിൻ്റെ വീട് അയാൾ തേക്ക് വാങ്ങിച്ചത് ആദ്യം ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ദേവസ്വത്തിന് വേണ്ടിയിട്ടാണ് തേക്കെന്ന് പറഞ്ഞ് ചെല്ലുന്നു. പിന്നെ അയാളുടെ സ്വകാര്യ ആവശ്യത്തിനായി മാർത്തിയിരുന്നു. എല്ലാ അമ്പലം വിഴുങ്ങികളും ഇങ്ങനെയാണ്. അവൻ അതിനകത്ത് ചെന്ന് അവൻ്റെ ഒടുക്കത്തെ ഭക്തി നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെപ്പോലത്തെ ഭക്തൻ ലോകത്ത് വേറെ ആരുമില്ല എന്ന് കരുതും. അങ്ങനെ ആളുകളുടെ മുന്നിൽ എല്ലാവിധമായിട്ടുള്ള ഭക്തശിരോമണിയുടെ സ്വഭാവം കാണിക്കുകയും അത് കക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ പൊതുവെ വിശ്വസിക്കുന്നത് ഇതിനകത്ത് ഇവർ മാത്രമായിരിക്കില്ല, ഇവരെ ചുറ്റിപ്പറ്റിയുള്ള വലിയ ഒരു മാഫിയ സംഘം തന്നെ ഉണ്ടാകും. അവരെ മുഴുവൻ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. അത് രാഷ്ട്രീയ നേതൃത്വവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ കേരളത്തിൽ വലിയ കോലാഹലം ഉണ്ടാകും. കേരളം കത്താൻ വരെ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഇപ്പോൾ ഈ ശബരിമലയിൽ സ്വർണം മറിച്ച് വിറ്റു എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. അങ്ങനെയാണെങ്കിൽ ഈ സ്വർണം മറിച്ച്
ചോദിക്കാനുള്ള ഒരു അവസരം ഒരുക്കിയ ആൾക്കാരുണ്ടല്ലോ, അതിൽ തന്ത്രി ഉൾപ്പെടാം, അന്നത്തെ മേൽശാന്തി ഉൾപ്പെടാം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടാം. ഇപ്പോൾ ഈ അന്വേഷണത്തിൽ ഇപ്പോൾ പറയുന്നത് 5 വർഷം മുമ്പ് ഈ സ്വർണം കൊടുത്തു. ഈ 5 വർഷം മുമ്പ് കൊടുത്ത സ്വർണം ഗോവർദ്ധൻ എന്ന് പറഞ്ഞ വ്യാപാരി കൈവച്ചുകൊണ്ടിരിക്കുമോ? ഇപ്പോൾ ഇയാൾ ബെല്ലാരിയിൽ ഒരു സ്വർണ്ണ വ്യാപാരിയാണ്, അവർ കൈവച്ചുകൊണ്ടിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ തന്ത്രി അറിഞ്ഞുകൊണ്ടാണോ, മേൽശാന്തി അറിഞ്ഞുകൊണ്ടാണോ, ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും അറിഞ്ഞുകൊണ്ടാണോ ആ കാര്യങ്ങൾ ഇനി അന്വേഷിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അല്ല, പലതരത്തിലാണ് സ്വർണത്തിൻ്റെ രൂപം മാറ്റം സംഭവിച്ചിട്ടുള്ളത്. ഈ പാളികൾ അങ്ങനെ തന്നെ ഒരു സ്ഥലത്തിരിക്കുന്നുണ്ടാവില്ല. അല്ല, പാളികൾ ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ പാളികളല്ലാതായി മാറി. പക്ഷെ പാളികൾ കാണിച്ച് ഒരുപാട് പേരിൽ നിന്ന് പണം പിരിച്ചു. അങ്ങനെ വലിയൊരു അഴിമതിയുടെ ശൃംഖലയാണ്. അത് മുഴുവൻ കണ്ടെത്തി കഴിഞ്ഞാൽ കേരളം ഞെട്ടിപ്പോവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവസാനം മാത്രമായിരിക്കും പുറത്തു വരിക. കാരണം ഇത് അന്വേഷണത്തെ ഒരിക്കലും ബാധിക്കരുത് എന്ന് കരുതി ഒരു വാർത്തയും കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിടുന്നില്ല. എത്രത്തോളം ആത്മാർത്ഥത, അവർക്ക് നിഷ്പക്ഷത അതിനകത്തുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസ് വ്യക്തമായിട്ടുള്ളൊരു തെളിവിലേക്ക് എത്തിച്ചേരുക. കേരളം പക്ഷേ ആവശ്യപ്പെടുന്ന ഒരു കാര്യം അത് വ്യക്തമായിട്ട് തെളിയിക്കണം എന്ന് തന്നെയാണ്. അത് സംഭവിക്കില്ലെന്ന് നമുക്ക് കാത്തിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.